നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. മാരവിലിന്റെ തേജസ്സും നിറദീപത്തിന്റെ ഓജസ്സുമായി ഇതാ ഒരു പുതിയ എപ്പിസോഡ്. വെൽക്കം ടു ജീസസ് കിഡ്സ്. കാട്ടുപൂക്കളുടെ സുഗന്ധവും കാടിന്റെ സംഗീതവും പശ്ചാത്തലമാക്കി നമ്മുടെ കൂട്ടുകാരുടെ പുതിയ കഥ കാട്ടിലെ കൂട്ടുകാർ. അങ്ങനെ ഒരു വർഷം കൂടി തീരാൻ പോവാ. അതെ അതെ, നമുക്ക് ഒരു വയസ്സ് കൂടി കൂടാൻ പോകുന്നു എന്നർത്ഥം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയില് ഒരുപാട് മാറ്റങ്ങള് ഈ കുറിഞ്ഞിമലയിൽ സംഭവിച്ചു അല്ലേ കപിലേ? പിന്നില്ലാതെ ഒത്തിരി മാറ്റങ്ങൾ. നമ്മുടെ പൂവാലിത്തോടിന് മുകളിലൂടെ ഒരു പാലം വന്നതാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ സംഭവം. പാലത്തിന്റെ പണി നടക്കുമ്പോ എന്തൊരു ആഘോഷായിരുന്നു. ഒരുപാട് യന്ത്രങ്ങള്, ഒത്തിരി പണിക്കാരങ്ങനെ. ആ പാലത്തിന്റെ പണി നടക്കുമ്പോൾ ഒത്തിരി വട്ടം നമ്മൾ ആ പണി നോക്കി നിന്നിട്ടുണ്ട്. പിന്നല്ലാതെ നേരം വൈകി ക്ലാസ്സിലെത്തിയതിന് ബമ്പൻ സാറിന്റെ കയ്യിൽ നിന്ന് ഒത്തിരി അടിയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. പാലത്തിന്റെ പണി നടക്കുന്നത് നോക്കി നിൽക്കാൻ എന്ത് രസമായിരുന്നു അല്ലേ? അതെ അതെ, നീയും പിന്നെ ഞാനും നമ്മുടെ ഗംഭീറും ഒക്കെ മതിമറന്ന് നിന്നിട്ടുണ്ട്. ആ കപിലേ, നീ അറിഞ്ഞോ? എന്താ? നമ്മുടെ ഗംഭീറില്ലേ, അവനിപ്പോ ആ പാലത്തിലിരുന്ന് പിരിവ് തുടങ്ങിയിട്ടുണ്ട്. പിരിവോ? ആ അതെ, നല്ല ഗുണ്ടാ പിരിവ് തന്നെ. ഗുണ്ടാ പിരിവോ? മോട്ടു, നീ പറയുന്നത് സത്യമാണോ? സത്യമാണ് എന്റെ കപിലേ. പാലത്തിന്റെ പണി നടക്കുമ്പോ തന്നെ അവൻ പഠിപ്പ് നിർത്തിയിരുന്നല്ലോ. അത് ശരിയാ. പഠനം നിർത്തിയ അവനെ തിരികെ വിളിക്കാൻ ബമ്പൻ സാറ് അവന്റെ വീട്ടിൽ പോയിരുന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് കേട്ടോ. പഠിപ്പ് നിർത്തി അവൻ നേരെ പോയത് പാലത്തിന്റെ പണിക്കാ. പാലത്തിന്റെ പണി തീർന്നപ്പോ പണിക്കാരെല്ലാം ഇവിടെ വിട്ടുപോയി. അവന് കിട്ടിയിരുന്ന കൂലിയും ഇല്ലാതായി. അയ്യോ, എന്നിട്ട് പണം കിട്ടാൻ വഴിയില്ലാതായപ്പോ അവനൊരു പുതിയ ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താ പുതിയ ഐഡിയ? അത് പാലത്തിന്റെ പണിക്കിടെ അവന് പരിക്ക് പറ്റിയെന്നും അതുകൊണ്ട് അവന് മറ്റൊരു പണിയും ചെയ്യാൻ പറ്റില്ല എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയൊരു സംഭാവന പിരിക്കല്. ഓ, അതിലിപ്പോൾ എന്താ ഒരു തെറ്റ്? സംഭാവന എന്നൊക്കെ പറയും, പക്ഷെ പണം കൊടുത്തില്ലെങ്കിൽ അവൻ തട്ടിപ്പറിച്ചെടുക്കും. എന്റെ അമ്മോ, അവനിത് എന്താ പറ്റിയത്? നല്ല അടി കിട്ടാത്തതിന്റെ കുറവാ. ഈ നാട്ടിൽ എന്താ പോലീസും പട്ടാളൊന്നും ഇല്ലേ ഈ വക കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട്? അവന്റെ പേര് കേട്ടാലേ പോലീസും പട്ടാളും ഒക്കെ കണ്ട വഴി ഓടും. പാലം പൂത്തക്കാലം നല്ല മൂട്. സാറേ, വല്ലും തരണേ, ഒരു കാലിന് പരിക്ക് പറ്റിയതാണ്. വല്ലും വല്ല ശരീരമാണല്ലോ, വല്ല പണി ചെയ്ത് ജീവിച്ചോടെ എനിക്ക്. അയ്യോ, അങ്ങനെ പറയല്ലോ സാറേ, പാവങ്ങളാണ്, ജീവിക്കാൻ വേറൊരു വഴിയില്ല. തനിക്ക് ബന്ധം വേണ്ട. ചെറിയൊരു സംഭവന. പൈസ ഞാൻ തരില്ല. അയ്യോ, പൈസ ഒക്കെ പാർക്ക് വേണം. എനിക്ക് നല്ല പെടക്കണ നോട്ട് തന്നാ മതി. പണം തന്നില്ലെങ്കിൽ ഇപ്പൊ ചെയ്യാ? പണം തരാണ്ട് ഈ പാലം വഴി ഒഴുത്തിന് ഞാൻ കടത്തിവിടില്ലേ? അത്രയ്ക്ക് എന്താ പോവാൻ പറ്റുന്ന നോക്കട്ടെ. പിടിച്ചോ അങ്ങനെ. എന്നോടാ കളി.
വേണമെങ്കിലേ വേഗം സ്ഥലങ്ങളിലേക്ക് തട്ടിക്കോ. പാലം പൂത്തക്കാലം പാടാൻ നല്ല മൂട് പൂത്തക്കാലം. എന്റെ പപ്പീസേ, നീ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ കുറിഞ്ഞുമലയിലേക്ക് പോവുക. ഈ പാലം വഴി പോയാൽ വളരെ എളുപ്പമാണല്ലോ എത്താൻ. പോകുന്നതൊക്കെ കൊള്ളാം. നിന്റെ കയ്യിൽ പണമുണ്ടോ? എന്തിനാണ് ഇപ്പൊ പണം? ദേ അവിടെ ഗംഭീർ നിൽക്കുന്നത് കണ്ടോ? പിരിവ് കൊടുക്കാതെ ഇതുവഴി ആരെയും അവൻ കടത്തിവിടില്ല. എന്റെ കയ്യിൽ പണമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പിരിവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒക്കെ നിന്റെ ഇഷ്ടം. എന്നാൽ ഞാൻ പോയി വരട്ടെ. ചെല്ല് ചെല്ല്, കാണാം. എന്താവോ എന്തോ. പാലം പൂത്തക്കാലം. ഒരു മണ്ടൻ കൂടി പാലത്തിലൂടെ വരുന്നുണ്ടല്ലോ. ഇവന്റെ അടുത്ത് ശക്തി പ്രയോഗിക്കണ്ട, ബുദ്ധി മതി. ആയിക്കോട്ടെ, വന്നോട്ടെ, വരട്ടെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം. സാർ 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 സാർ, എന്തിനാ ഈ പാലത്തിലിരുന്ന് പാടുന്നേ? നമ്മുടെ കുറിഞ്ഞോല നശിക്കാൻ പോകുന്നു സാർ. അധിനിവേശത്തിന്റെ പാലങ്ങൾ ഇവിടെ ഉയർന്നു കഴിഞ്ഞു. നാശത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. ഈ കാടും പുഴയും നമ്മൾ സംരക്ഷിക്കണം. മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണല്ലോ ഗംഭീർ സമരം നടത്തുന്നത്. അതെ അതെ, പിറന്ന നാടിനു വേണ്ടിയാണ് എന്റെ സമരം. ആ സമരത്തിന് നിങ്ങളുടെ അകമഴിഞ്ഞുള്ള പിന്തുണ വേണം, ആളുകൊണ്ടും പണം കൊണ്ടും. ശരി, എന്റെ വക ഒരു ചെറിയ സംഭാവന ഇതാ. നന്ദി, വളരെ നന്ദി. എങ്കിൽ ഞാൻ പോകട്ടെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? പാലം പൂത്തക്കാലം പാടാൻ നല്ല മൂട്. പാലം പൂത്തക്കാലം പാടാൻ നല്ല മൂട്. എന്താ ഗോറെ, എന്താ കാര്യം? പൊന്നു സാറേ, അവൻ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റണ്ടേ? ആര് കാരണം? ഗംഭീരേ, കാര്യം എന്താണെന്ന് തെളിച്ചു പറയൂ. അപ്പൊ സാർ അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ പൂവാലിത്തോട്ടിന് വീതം പുതിയൊരു പാലം വന്നിട്ടില്ലേ? പൂവല്ലോ. അവിടെ ഇപ്പൊ ഒരു ടോൾ ബൂത്തും കൂടി തുറന്നിട്ടുണ്ട്. ടോൾ ബൂത്തോ? അതെ സാറേ, ആ പാലത്തിന്റെ ഒത്ത നടുക്കുന്നത് ഗംഭീർ പണം പിരിവ് നടത്ത. പണം നൽകാണ്ട് ഒരാളെ പോലും ഗംഭീർ കടത്തി വിട്ടില്ല. എന്നാര് പറഞ്ഞു? ആരും പറഞ്ഞല്ല, എന്റെ അനുഭവം സാറേ, അനുഭവം. അനുഭവമോ? എടാ ഭയങ്കര. ആ ഗൗറിപ്പോ പോയിക്കോളൂ, ഈ പ്രശ്നം ഞാൻ തന്നെ പരിഹരിച്ചോളാം. സാറ് ആലോചിക്കുന്നത് പോലീസിനെ കുറിച്ചാണെങ്കിലേ അതിൽ വലിയ കാര്യമില്ലട്ടാ. കഴിഞ്ഞ ദിവസം ആ പോലീസിന്റെ അടുത്തത് പിരിവ് വാങ്ങുന്നത് ഞാൻ കണ്ടതാ. എങ്കിൽ ഞാൻ മറ്റൊരു മാർഗം ആലോചിക്കട്ടെ. പോട്ടെ, ഞാൻ കോടതി വഴിക്ക് നീങ്ങാം. പാലം പൂത്തക്കാലം പാടാ നല്ല മൂട്. പാലം നാശം. ആ വമ്പൻ സാറാണല്ലോ വരുന്നത്. പണം വാങ്ങാതെ കടത്തിവിട്ട മറ്റുള്ളവർക്ക് എന്നോടുള്ള പേടിയൊക്കെ പോകും. സാറായതുകൊണ്ട് എങ്ങനെയാ പണം വാങ്ങാ? വരട്ടെ വരട്ടെ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. ഹലോ ഹലോ, ഇവിടെ തന്നെ ഇവിടേക്കൊന്ന് നോക്ക്. ഒരു മിനിറ്റ് ഒന്ന് നിക്ക്. ഞാൻ നിൽക്കണോ? അയ്യോ വേണ്ട, സാറത്തെ ഗുരുവല്ലേ. എനിക്ക് ഈ പീരിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സാർ ചെല്ലേ, സാർ ചെല്ലേ. ശരി ശരി.
എന്താ വേണ്ടേ? ആള് കൊള്ളാലോ. ഈ പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് പിന്നെ എനിക്ക് പണം തരാണ്ട് ഒരാളും ഈ വഴി നടന്നു പോയിട്ടില്ല. വമ്പൻ സാറ് കൂടുതലതിനാൽ മാത്രാണ് ഞാൻ നിന്നോട് പണം ചോദിക്കാതിരുന്നത്. പക്ഷെ ചോദിക്കാതെ തന്നെ പണം തരേണ്ടത് നിന്റെ കടമയായിരുന്നു. അത് നീ മറന്നു. ആയതിനാൽ എനിക്ക് പണം തന്നിട്ട് നീ ഇത് വഴിയോട്ട് പോയാ മതി. ഇല്ലെങ്കിലോ? തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? വമ്പൻ സാർ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്റെ നാവ് പൊന്തില്ലായിരുന്നു. മനസ്സിലായോ? സാറ് അവിടെ നിന്നോട്ടെ. സാറ് വിളിച്ചിട്ട് തന്നെയാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനാണാവോ? നിന്നെ വന്ന് കണ്ട് സംസാരിക്കാൻ, ഈ പിരിവ് നിർത്തണമെന്ന് അഭ്യർത്ഥിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തമാശ വേറെ, പണം വേറെ. മഴയ്ക്ക് പണം തന്നോ? അയ്യോ മതി. അയ്യോ മതി. മതിയാടാ നിനക്ക്? ഇനിയും വേണം? ഗംഭീരേ, ഇതാണ് ബ്ലാക്ക് ബെൽറ്റ് പീലി. ഷാങ്ഹായി പോയി കരാട്ടെ പഠനം കഴിഞ്ഞ് വരുന്ന വഴിയാണ്. നമ്മുടെ നാട്ടിൽ ഒരു കരാട്ടെ സ്കൂൾ തുടങ്ങാൻ സഹായം ചോദിച്ചാ എന്റെ അടുത്ത് വന്നത്. അപ്പോഴാണ് എനിക്ക് നിന്റെ കാര്യം ഓർമ്മ വന്നത്. നിന്നെ പോലുള്ള ഒരു റൗഡിയെ ഇടിച്ചിട്ട ഈ കരാട്ടെ പീലിയുടെ പേര് ഈ പഞ്ചായത്ത് മുഴുവൻ ഫേമസ് ആകുമല്ലോ എന്ന് ഞാനും കരുതി. ഓഹോ, അപ്പോ പീലി കരാട്ടെ പഠിച്ചല്ലേ? ഇനിയും അറിയിച്ചു തരണോ ഞാൻ കരാട്ടെ? അയ്യോ വേണ്ട വേണ്ട, അറിയാണ്ട് ചോദിച്ചു. ഇനി നിന്നെ ഈ പാലത്തിലോ ഈ നാട്ടിലോ കണ്ടുപോകരുത്. പാപ്പാക്കണം, അറിയാതെ പറ്റിപ്പോയതാ. പാലം പണി തീർന്നപ്പോ എന്റെ വരുമാനം നിറച്ചു. അപ്പൊ തോന്നിയ ഐഡിയ ഈ പണം പിരിവ്. എന്നാ നാളെ മുതൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചോളണം. കരാട്ടെ പീലി, ഇവനെ ഒതുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇത്തരം അയോധന കലകൾ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. തീർച്ചയായും. എന്നാൽ ദാ ഈ ബക്കറ്റിലെ പണം മുഴുവൻ നമ്മുടെ കരാട്ടെ സ്കൂളിനുള്ളതാണ്. കരാട്ടെ സ്കൂൾ പണിയാൻ ഈ പണം ഉപയോഗിക്കാം. ഗംഭീരേ, സ്വന്തം വിയർപ്പ് കൊണ്ടായിരിക്കണം അപ്പം കഴിക്കേണ്ടത്. എന്നാലേ അതിന് രുചിയുണ്ടാകൂ. മനസ്സിലായി സർ. വനത്തിൽ നിന്നും വചനത്തിലേക്ക്, ലോകത്തിന്റെ തിരക്കിൽ നിന്നും ജ്ഞാനത്തിന്റെ ശാന്തതയിലേക്ക്. ശ്രദ്ധിക്കാം ടിങ്കോ ടിങ്കോ ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, എന്തൊക്കെയാ പുതിയ വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു. ആകെ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഈ കൂട്ടുകാരെല്ലാം കാത്തിരിക്കുന്നത് ടിങ്കുവിൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആണോ അങ്കിൾ? പിന്നെ അല്ലാതെ. എന്നെ അവർക്ക് ഇഷ്ടമാണോ? പിന്നെ അവർക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. സത്യമായിട്ടും? പിന്നെ സത്യമായിട്ട് നീ കൂട്ടുകാരോട് ചോദിച്ചു നോക്ക്. എന്നെ ഇഷ്ടമാണോ? കൂട്ടുകാർ പറഞ്ഞില്ലേ? യെസ് എന്ന് പറഞ്ഞില്ലേ? അറിഞ്ഞു. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി നീ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? ഞാനൊരു പാട്ട് പഠിച്ചു. ഓ, പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് അങ്കിൾ. ഓക്കെ, എന്ത് പാട്ടാണ് പഠിച്ചിരിക്കുന്നത്? തമിഴ്. ഓ, തമിഴ് ഭാഷയിലുള്ള പാട്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ തമിഴ് പാടിയാൽ അത് മനസ്സിലാക്കാൻ പറ്റുമോ? അങ്കിൾ അറിഞ്ഞോണോ? ഞാൻ പറഞ്ഞു കൊടുക്കണം. അപ്പം നീ പാടുന്ന നിനക്ക് അറിയത്തില്ലേ? എനിക്കറിയാം. എന്നാലും അങ്കിൾ പറയണം. ഓ, ഞാൻ പറയണമെന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. എന്തായാലും നിൻ്റെ പാട്ടൊന്ന് കേൾക്കട്ടെ. പാട്ട് കേട്ടിട്ട് നമുക്ക് അതെന്താണെന്ന് അറിയാം. ഓക്കെ, റെഡി? പാട്. അങ്കിളെ നീ എപ്പോഴും 1 2 3 എന്നെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് ഇടയ്ക്ക് ചാടി കയറി പറയുകയും ചെയ്യും. അത് ശരിയാണോ? അല്ല, എനിക്കറിയാം. പിന്നെ അങ്ങനെ ചെയ്യാൻ പാടുമോ? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഓ, ഓക്കെ. അപ്പോൾ ഈ പ്രാവശ്യം കൂടി ഞാൻ അങ്ങനെ പറയാം കേട്ടോ. റെഡി? ഓക്കെ. ഓക്കെ, റെഡി? 1. സോറി അങ്കിൾ. എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് ചാടി കയറി അങ്ങനെ പറയരുതെന്ന്. അങ്കിൾ, അതങ്ങനെ വന്നു. ഓ, അങ്ങനെ വന്നു പോകുന്നതാണോ? ഓക്കെ, ഇനി അങ്ങനെ വരാതെ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്കിള് 1 2 3 പറയാൻ വേണ്ടി പോവാണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്.
എന്തെല്ലാം ആട്ടെ, നീ പാട്ട് പാടിയേ. ആ കായ്കറി കടയിലെ കത്തിരിക്ക വാങ്ങലാം, കമ്പ്യൂട്ടർ കടയിലെ കമ്പ്യൂട്ടർ വാങ്ങലാം, സാധാരണ വാങ്ങ മുടിയുമോ? സാധാരണ വാങ്ങാണ് എനിക്ക് അത്ര അറിയുള്ളൂ. ഓ അത് ശരി, അത്രേ അറിയുള്ളൂ. പക്ഷെ നല്ല പാട്ടായിരുന്നു അല്ലേ? പച്ചക്കറി കടയിൽ പോയാൽ നമുക്ക് പച്ചക്കറി വാങ്ങാനായിട്ട് പറ്റും, കമ്പ്യൂട്ടർ കടയിൽ പോയാൽ കമ്പ്യൂട്ടർ വാങ്ങാനായിട്ട് പറ്റും. പക്ഷേ സമാധാനം വാങ്ങുന്ന വല്ല കടയുമുണ്ടോ എന്നാണ് ടിങ്കു പാട്ടിലൂടെ ചോദിച്ചത്. അതന്നെയല്ലേ ടിങ്കു? ഓക്കെ, അപ്പം നല്ല ആശയം വരുന്ന തമാശ നിറഞ്ഞ ഒരു ഗാനമാണിത്. ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരെ, ടിങ്കു പാടിയതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ആണോ? കൂട്ടുകാരൻ സമ്മതിക്കുന്നുണ്ടല്ലേ? ശരിയാണ്. എല്ലാ സാധനങ്ങളും വാങ്ങാൻ ഇന്ന് മാർക്കറ്റുകളുണ്ട്, ഓൺലൈൻ ബിസിനസ്സുകളുണ്ട്. പക്ഷേ സമാധാനം കിട്ടാനായിട്ട് യാതൊരു മാർഗവുമില്ല. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് സമാധാനം കിട്ടുക? ടിങ്കുവിന് അറിയാമോ? എനിക്കറിയാം. എവിടെന്നാ? യേശുവിന് സമാധാനം തരുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ വേറെ എവിടെ നിന്ന് നമുക്ക് സമാധാനം കിട്ടാനായിട്ട് സാധിക്കില്ല. പക്ഷേ യേശുവിന് നമുക്ക് നിത്യമായ സമാധാനം തരുവാനായിട്ട് സാധിക്കും. കാരണം യേശു സമാധാനത്തിൻ്റെ ഉറവിടമാണ്. യേശു സമാധാനത്തിൻ്റെ ഉറവിടമായതുകൊണ്ടാണ് മനുഷ്യർക്കെല്ലാം അവൻ സമാധാനം നൽകുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന് സമാധാനമില്ലാത്തതെന്ന് ടിങ്കുവിന് അറിയോ? അതിൻ്റെ കാരണം മനുഷ്യനെല്ലാം പാപത്തിലായതുകൊണ്ടാണ്. അവൻ നുണ പറയുന്നു, മോഷ്ടിക്കുന്നു, അസൂയപ്പെടുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. ഇതെല്ലാം മനുഷ്യനിൽ പാപമുള്ളതുകൊണ്ടാണ്. ഈ പ്രവൃത്തികൾ മനുഷ്യനിൽ ഉള്ളതുകൊണ്ടാണ് സമാധാനം അവന് നഷ്ടപ്പെട്ടത്. ദൈവത്തിന് മാത്രമേ സമാധാനം തരാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശു കർത്താവിലൂടെ മനുഷ്യന് ദൈവം സമാധാനം നൽകി. കാരണം പാപത്തിന് യേശു കർത്താവ് പരിഹാരം നൽകി. യേശു ഭൂമിയിൽ വന്നത് മനുഷ്യന് സമാധാനം തരുവാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആരെല്ലാം യേശു കർത്താവിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യമായ സമാധാനം ലഭിക്കും. നിത്യമായ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യമായ സമാധാനം എന്ന് പറഞ്ഞാൽ ഈ യേശു ക്രിസ്തുവിലൂടെ കിട്ടുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകതയാണ്. അത് പെട്ടെന്ന് തീർന്നു പോകുന്നതല്ല, നിത്യമായി. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ, അല്ലെങ്കിൽ നമ്മളൊരു ആഗ്രഹിച്ച കാര്യം കിട്ടി, ഒരു വേദനയുണ്ടായി, പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിച്ചു, അതൊക്കെ താൽക്കാലികമാണ്. പക്ഷേ യേശു കർത്താവ് തരുന്നത് നിത്യമായ സമാധാനം, എന്നേക്കുമുള്ളത്, ഒരിക്കലും തീർന്നു പോകാത്ത സമാധാനം. ഇത്ര സന്തോഷം ലഭിക്കുന്ന, സമാധാനം തരുന്ന യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും അനുഭവിച്ചറിയണം. അതാണ് ദൈവമക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ സമാധാനത്തെക്കുറിച്ച് നന്നായി എനിക്ക് മനസ്സിലായി. ഓ, കൂട്ടുകാർക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, നിത്യമായ സമാധാനം തരുന്ന യേശു കർത്താവിൽ എന്നും ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് തുടരാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇന്നത്തെ വിഭവങ്ങളുടെ സ്വാദും രസവും എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ഓരോ പ്രോഗ്രാമും ഒരുക്കുന്നത്. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. പുതിയ ചിന്തകളും പുതിയ അനുഭവങ്ങളുമായി നമുക്ക് ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.